ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് ഐസ്ക്രീമാണ്. റെഡ് വെൽവെറ്റ് ഐസ്ക്രീം ആവശ്യപ്പെട്ട എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ ഒരു റെസിപ്പി. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഐസ്ക്രീമാണത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു പാക്കറ്റ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുമിച്ച് ചേർക്കേണ്ട, കുറേശ്ശെയായിട്ട് ചേർത്താൽ മതി. പിന്നെ തിളച്ച് വരുന്ന സമയത്ത് വേണം കേട്ടോ ചേർക്കാനായിട്ട്, അല്ലാതെ തിളയ്ക്കാതെ ചേർക്കരുത്. എന്നിട്ട് സിമ്മിലേക്ക് വെക്കുമ്പോഴത്തേക്ക് പാലങ്ങ് പിരിഞ്ഞ് വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതങ്ങ് പിരിഞ്ഞ് പാലും കട്ടകളും വെള്ളവുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊരു അരിപ്പയിൽ ഒരു തുണി വെച്ചിട്ടുണ്ട്, നല്ല വൃത്തിയുള്ള വെള്ള തുണി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളം പോകാനായിട്ട് കുറച്ച് സമയത്ത് അവിടെ ഇരിക്കട്ടെ, അതൊന്ന് തണുത്തും വരട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. അത് കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് സിമ്മിലേക്ക് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. സിമ്മിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ പാല് പിരിച്ച് വെച്ചിട്ടുള്ളത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല കട്ടയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ല തരിതരാന്ന് കിടക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം ആയിപ്പോണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മുടെ ഐസ്ക്രീം ഇതാന്ന് പറഞ്ഞ് റെഡിയാകും. മിക്സിയുടെ ജാറ് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. ബീറ്റർ കൊണ്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ബീറ്റർ കൊണ്ട് അടിച്ചിരുന്നാൽ മതി. അതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്കൊന്ന് ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അടിച്ചെടുക്കണം. ഒരു 10 സെക്കൻഡൊക്കെ മതിയാകും. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് നല്ല തിക്കായിട്ട് വരും. ഒരുപാട് അങ്ങ് തിക്കാവേണ്ട, ആ തിക്കാവുന്നതിൻ്റെ തൊട്ട് മുന്നേ അങ്ങ് എടുത്തിരുന്നാൽ മതി. ഇപ്പോൾ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളത് വറ്റിച്ച് വെച്ചിരിക്കുന്ന പാലില്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ബട്ടൺ വെച്ച് പ്രസ് ചെയ്ത് അങ്ങ് എടുക്കണം. അപ്പോൾ ഇതാണ് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മിക്സ്. ഇനിയിപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് അല്ലേ, എങ്ങനെയാണ് റെഡ് കളർ ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ലൈറ്റായിട്ടൊന്ന് കളർ കൊടുക്കാം. ഒരുപാട് കളർ വേണ്ട കേട്ടോ, കുട്ടികളൊക്കെ കഴിക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് കളർ ഇല്ലാതെ കഴിക്കാനാണെങ്കിൽ അത് തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ കാണാനും കൂടെ ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. ഇനി അടിച്ചു വെച്ച ക്രീമിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സൂപ്പർ റെഡ് ജെൽ കളറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അധികം കളർ ചേർക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉള്ളൂ. കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ജെൽ കളറല്ല, ലിക്വിഡ് കളറാണ് ഉള്ളതെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവസാനം പറയാം. അപ്പോൾ അത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്ത് എടുക്കാം. ഐസ്ക്രീം സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് നമ്മുടെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീമിൻ്റെ കൂട്ടൊഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് 1-1.5 ടേബിൾ സ്പൂൺ മാത്രം റെഡ് കളർ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരാനായിട്ട് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കളർ എടുക്കുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഹൈ ക്വാളിറ്റി കളർ തന്നെ ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസമോ അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു വേറൊരു ടേസ്റ്റൊക്കെ വരും ആ കളറിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കളർ ചേർക്കാതിരിക്കുകയാണ് കുറച്ചുകൂടി നല്ല. പക്ഷേ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം അല്ലേ, കളർ ചേർക്കാതെ എങ്ങനെ. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ക്രീം മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു സ്ക്യൂർ വെച്ച് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതാകുമ്പം റെഡ് കളർ ഉണ്ടാവുകയും ചെയ്യും, എന്നാൽ കളറിൻ്റെ അത്രയും അധികം അങ്ങോട്ട് കളർ നമ്മൾ ഉപയോഗിക്കുന്നുമില്ലല്ലോ. നമുക്ക് അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണെങ്കിൽ അടപ്പും കാഴ്ച അടച്ചാൽ മതി. ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ച് അങ്ങ് അടയ്ക്കുകയാണ്. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം സെറ്റ് ആവാനായിട്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഈ ലിക്വിഡ് കളറാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. കുറച്ച് ക്രീം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ലിക്വിഡ് കളറാണ് കയ്യിലുള്ളതെങ്കിൽ അവിടെ എവിടെയായിട്ട് മാത്രമായിട്ട് 1-2 ഡ്രോപ്പ്, ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത്രയും ഒഴിക്കുന്നു. ഐസ്ക്രീമിന് മുഴുവനാണെങ്കിൽ ഒരു 5-6 ഡ്രോപ്പ് മതിയാകും. ഒരുപാടൊന്നും കളർ വേണ്ട. എന്നിട്ട് നമുക്ക് ആ സ്ക്യൂർ വെച്ച് അതൊക്കെ ഒന്ന് ഇളക്കി അങ്ങ് കൊടുത്തിരുന്നാൽ മതി. ഒരു പ്രത്യേക ഡിസൈനൊക്കെ കിട്ടുമല്ലോ, അതുപോലെ അങ്ങ് ആക്കി വെച്ചിരുന്നാൽ മതി. അല്ലാതെ നമ്മൾ ഇതിൽ കളർ വരുത്താൻ വേണ്ടി നോക്കിയാൽ ഒത്തിരിയും കളർ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇതാകുമ്പം കുറച്ച് കാര്യത്തിൽ സംഭവം നടക്കും. ഇപ്പം
നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമ്മുടെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം ഒക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. പിന്നെ ആരോ കമൻറ്റ് എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പെട്ടെന്ന് മെൽറ്റായി പോകുന്നു. നമ്മൾ ഐസ്ക്രീം എന്ന് പറയുന്നത് അധികം മെൽറ്റ് ആവേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം കുറച്ചും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അധികം അങ്ങോട്ട് മെൽറ്റ് ആവില്ല. പക്ഷേ നമ്മൾ ഐസ്ക്രീം എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവണം, അല്ലാതെ വിപ്പിംഗ് ക്രീം പോലെ ഇങ്ങനെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. അടിപൊളി, കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ചൂടാണ് കേട്ടോ. ഇപ്പം ഉച്ചയായിപ്പോയി എടുത്തപ്പോഴത്തേക്കും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം, റെഡ് വെൽവെറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് ക്രീം കുറച്ചുകൂടെ ടൈറ്റ് ആക്കി തന്നെ എടുക്കാം കേട്ടോ. കാരണം ഞാൻ അത്രയും അങ്ങോട്ട് തീരെ അങ്ങോട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ക്രീം ചീസിൻ്റെ മിക്സും വെള്ളമൊക്കെ ചേർത്ത് അടിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് 3 സ്കൂപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. സാധാരണ ഐസ്ക്രീം പോലെയല്ല, ഒരു പ്രത്യേക ഫ്ലേവറാണ്. ആ ഒരു ക്രീം ചീസ് നന്നായിട്ട് അരയണം കേട്ടോ. അരയാതിരുന്നാൽ അതിനൊരു ചെറിയൊരു തരിതരിപ്പുണ്ടാകും. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ വായിൽ അങ്ങനെ അലിഞ്ഞു പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് അരയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു ക്രീം ചീസും കൂടെ വരുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. പിന്നെ കളർ ചേർക്കുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നല്ല കളറല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ എല്ലാവരും, അപ്പം അറിയായിരിക്കുമല്ലോ. ഇത് മുഴുവനായിട്ടും റെഡ് കളറൊന്നും ചേർത്ത് കളയരുത് കേട്ടോ, നമുക്ക് കഴിക്കാനേ പറ്റില്ല. അത്രയധികം ടേസ്റ്റും വ്യത്യാസം വരും. കളർ എന്തായാലും കളറിനൊരു അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് ഐസ്ക്രീമാണ്. കടയിലൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.